സഭയിലെ മുഴുനീളൻ പ്രസംഗത്തിനും ചോദ്യങ്ങൾക്കും ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു പ്രതിപക്ഷ അംഗങ്ങൾ. കുഞ്ഞാലിക്കുട്ടിയും വി ഡി സതീശനും അനൂപ് ജേക്കബിനും ഒപ്പം രാഹുൽ മങ്കൂട്ടത്തിലും ഉണ്ടായിരുന്നു. ആശാ വർക്കർമാരുടെ പ്രശ്നം ആളിക്കത്തിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അതിനായി എല്ലാ പിന്തുണയും അവർ നൽകുന്നുണ്ട്. നേതാക്കന്മാരുടെ വാക്കുകളിലേക്ക് പോകാം. UDF-ലെ എല്ലാ ഘടകകക്ഷികളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ പൂർണ്ണമായി മറ്റ് ആശാവർക്കർമാരെ, ഞങ്ങളുടെ സംഘടനകളിൽപ്പെട്ട ആശാവർക്കർമാരെ കൂടി അണിനിരത്തിക്കൊണ്ട് ഈ സമരം വിപുലമാക്കും. ഒരു സംശയമില്ല. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിക്കാനുള്ളത്, മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി ചെയ്തതുപോലെ അദ്ദേഹം അവരെ ചർച്ചയ്ക്ക് വിളിച്ച് അതിൻ്റെ അകത്തൊരു ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം. സ്ത്രീകളാണ് സമരം ചെയ്യുന്നത്, പാവപ്പെട്ട സ്ത്രീകളാണ്. അവർ ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായ കൂലി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ്. അതിനെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യാതെ അവർ സമരം ചെയ്യാനുള്ള അവരുടെ അവകാശത്തെ ബഹുമാനിച്ചുകൊണ്ട് ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് അവരെ വിളിച്ച് സംസാരിച്ച് അത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടത്തണമെന്നാണ് ഞങ്ങൾക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്. ഇല്ലെങ്കിൽ സമരം രൂക്ഷമാവും. ഞങ്ങളും ആ സമരത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകും. ഇവർക്ക് PSC ചെയർമാനും PSC മെമ്പർമാർക്കും ഒക്കെ ശമ്പളവും പെൻഷനും തോന്നിയതുപോലെ കൂട്ടിക്കൊടുക്കുക. ആവശ്യമില്ലാത്ത എത്രയോ കാര്യങ്ങൾക്കാണ് തുക ചെലവഴിക്കുന്നത്. എത്രമാത്രം സമയം ജോലി ചെയ്യുന്ന പാവപ്പെട്ടവരാണ്, അവരെ പരിഗണിക്കണ്ടേ? INTUC നേരത്തെ സമരം ചെയ്തിട്ടുണ്ട് ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട്. അവരോടും കൂടി ഈ സമരത്തിന്റെ ഭാഗമാകാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ CITU ഇന്ത്യ മുഴുവൻ സമരം ചെയ്തത് അതാത് സംസ്ഥാന ഗവൺമെന്റുകൾക്ക്. ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. കേന്ദ്രത്തിൻ്റെ ഒരു സ്കീമിൻ്റെ ഭാഗമായിട്ടാണ് ആശാ വർക്കർമാർ വന്നതെങ്കിലും ഹെൽത്ത് എന്ന് പറയുന്നത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. NHM-ന്റെ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം ഉണ്ട്, ആ മിഷനുണ്ട്, നാഷണൽ ഹെൽത്ത് മിഷനുണ്ട്. നേരത്തെ NRHM ആയിരുന്നു, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനായിരുന്നു. ഇപ്പം NHM ആണ്. അതാണ് മന്ത്രി തെറ്റിദ്ധരിപ്പിച്ച എന്ന് പറയുന്നത്. 900 ചില്ലാൻ കോടി രൂപ കേരളത്തിന് തരണമായിരുന്നു. അതിൽ 97 കോടി ഒഴിച്ച് മുഴുവൻ തന്നു. അത് ആ 97 കോടി കിട്ടാനുള്ളത് ആശാവർക്കർമാരുടെ പണമാണെന്ന് അവർ തെറ്റിദ്ധരിപ്പിച്ചാണ് പറഞ്ഞത്. സഭയെ ഞങ്ങൾ കണക്ക് ഹാജരാക്കി. NK പ്രേമേന്ദ്രന്റെ ചോദ്യം അത് മൊത്തം NHM-ൽ ഇനി ഈ വർഷം കിട്ടാനുള്ള പൈസയാണ്. 97 കോടി രൂപ ഈ വർഷം കിട്ടാനുള്ള പൈസയാണ്. പിന്നെ എന്താണ് പൈസ കിട്ടാനുള്ളത്? അത് പാർലമെന്റിൽ അവർ തന്നെ മറുപടി പറയേണ്ടത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ്. സ്റ്റേറ്റിന് അത് ചെയ്യാനുള്ള അധികാരം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എവിടെ പൈസ കൊടുക്കാതിരുന്നെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി അവരോട്. അല്ല, അതിന് ഇയർ മാർക്ക് ചെയ്തല്ല പൈസ കൊടുക്കുന്നത്. ഇത് അടക്കമുള്ള NHM-ന്റെ സ്കീമിന്റെ ഭാഗമാണ് ആശാവർക്കർക്ക് കൊടുക്കുന്ന ഇൻസെന്റീവ്. ഇനി ആകെ ഈ വർഷം ഈ ഫിനാൻഷ്യൽ ഇയറിൽ ആകെ 97 കോടി കിട്ടാനുള്ളൂ. മുഴുവൻ പൈസയും ജനുവരി 25-ലാണ് ഞാൻ പറഞ്ഞത്. ഈ പൈസ ജനുവരി 25-ന്, ബാക്കി 2 മാസം ഫെബ്രുവരി മാർച്ച് കിടക്കല്ലേ. ആകെ 97 കോടിയാണ്. അതായത് 800 ചില്ലാൻ കോടി കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് ആ 97 കോടി രൂപ ഇവരുടെ ഇൻസെന്റീവ് ആണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിലും ഇല്ലേ. മന്ത്രിയുടെ കയ്യിൽ ഇരിക്കുന്നതിനേക്കാൾ ഡോക്യുമെന്റ്സ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഇതൊക്കെ നന്നായി നോക്കി വർക്ക് ചെയ്തിട്ടാണ് പോകണം. പാർലമെന്റിൽ നിരവധി മെമ്പർമാർക്ക് പാർലമെന്റിൽ മന്ത്രിമാർ കൊടുത്ത ചോദ്യത്തിന്റെ ഉത്തരങ്ങളുണ്ട്. ഇപ്പൊ സിക്കിമിന്റെ കാര്യം പറഞ്ഞു. സിക്കിമിൽ പാർലമെന്റിൽ കൊടുത്ത ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. അപ്പോഴാണ് ഞങ്ങൾ ആന്ധ്രയിലെ കാര്യം കണ്ടത്. അപ്പോഴാണ് പശ്ചിമ ബംഗാള് ഇവർക്ക് റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് ആനുകൂല്യം പ്രഖ്യാപിച്ചത്, 3 ലക്ഷം രൂപ ആനുകൂല്യം പ്രഖ്യാപിച്ചത് പറഞ്ഞത്. മാത്രമല്ല അവിടെയൊന്നും ഈ ആശാ വർക്കർമാർക്ക് ഇതിന്റെ 1/3 ജോലിയില്ല. കേരളത്തിൽ അസൈൻമെന്റ്സ് നിങ്ങൾ ഒരു മിനിറ്റ് ഇവർക്ക് വിശ്രമിക്കാൻ പറ്റില്ല. ഒരു ഞായറാഴ്ച റെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ ചെന്നാൽ ഈ കണക്കെഴുതിക്കൊണ്ടിരിക്കും ഈ പാവങ്ങൾ. നമുക്കറിയാവുന്നതല്ലേ, നമുക്ക് എത്ര പേരെ പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകളാണ്, വ്യക്തിപരമായിട്ട് എത്രയോ വർഷമായിട്ട്. പിന്നെ എന്തിനാണ് ഇവര് ഹരിയാനയിൽ പോയി സമരം ചെയ്തത്? CITU അവിടെ 10,000 അവിടെ വർദ്ധിപ്പിക്കണം, ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇന്ത്യ മുഴുവൻ അവരുള്ളിടത്തൊക്കെ പോയി സമരം ചെയ്യുന്നുണ്ടല്ലോ. ഈ 10 കൊല്ലം മുമ്പ് എളമരം കരീം എന്തിനാണ് പാർലമെന്റിൽ കൊണ്ടുവന്ന്? ഇത് കണ്ടില്ലേ കർണാടകയിൽ ഒരു മുഖ്യമന്ത്രി ചെയ്തത്? മുഖ്യമന്ത്രി ഹെൽത്ത് കമ്മീഷണർ ഇവരെയായിട്ട് ചർച്ച ചെയ്തിട്ട് ഹെൽത്ത് കമ്മീഷണറെ ഫ്രീഡം പാർക്കിൽ അവർ സമരം നടത്തുക. ആ സ്ത്രീകളാ. അവർ ആ ഹെൽത്ത് കമ്മീഷണർ അനൗൺസ് ചെയ്യുമ്പോൾ അവരെ സന്തോഷം കണ്ട ഒരു മുഖ്യമന്ത്രി സമരം ചെയ്യുന്നത് ഇത്ര വലിയ തെറ്റാണോ? കർണാടകയിലെ സ്ട്രൈക്ക് കാൾ ഓഫ് ചെയ്യുക ചെയ്തത്. സമരം ചെയ്യുന്നവരെ വിളിച്ച്
സംസാരിച്ച് ആ സ്ട്രൈക്ക് കാൾ ഓഫ് ചെയ്തിട്ടാണ് 10,000 റുപ്പീസ് ആനുകൂല്യം കൊടുത്തത്. സമരം ചെയ്യുന്നത് ഇത്ര വലിയൊരു പാതകമാണ്. ഒരു ഇത് പ്രസ്റ്റീജാക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവരെ വിളിച്ച് ചർച്ച ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കാവുന്നതല്ലേ? എന്തിനാ ഇത്ര പ്രസ്റ്റീജാക്കണത്? ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് അവരെ അപമാനിക്കുന്നത് എന്തിനാണ്? ഈ മന്ത്രിമാരും നേതാക്കളും കൂടി ഈ പാവങ്ങളെ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കുന്നത്? ഞങ്ങൾ മറുപടി പറഞ്ഞല്ലോ, ഞാൻ മറുപടി പറഞ്ഞല്ലോ. അവിടെ നടക്കുന്ന സമരത്തിനല്ലേ ഞങ്ങള്, രാഹുലല്ലേ, ഞങ്ങളല്ലേ നിയോഗിച്ച് രാഹുലിന്. സമരത്തെ അനുകൂലിച്ചതിന്റെ പേരിൽ, ന്യായമായ സമരത്തെ അനുകൂലിച്ചതിന്റെ പേരിൽ SUC എന്നല്ല എന്ത് പറഞ്ഞാൽ ആ സമരമായിട്ട് മുന്നോട്ട് പോകും, സമരത്തിൽ ഐക്യദാർഢ്യമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ SUC എന്താ നിരോധിച്ചേക്കണ പാർട്ടി വല്ലതാണ് ഇന്ത്യയിൽ? ആണെന്നീ അവർക്ക് പുച്ഛമാണെന്ന് എല്ലാവരെയും. അവര് തൊഴിലാളി പാർട്ടിയല്ല, ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് യോജിച്ച രീതിയിലാണ് ഒരു സമരത്തിനോട് സംസാരിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, KSRTCയിൽ ഞങ്ങൾ സമരം ചെയ്യും, ശമ്പളം മര്യാദയ്ക്ക് കൊടുക്കാത്തത്, ഡൈസോൺ ഏർപ്പെടുത്തി. ഓക്കെ, അടുത്തതെന്താണ് ഉത്തരവ്? അവരുടെ ശമ്പളം എഴുതണ്ടെന്ന്. സമരം ചെയ്തേനെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണോ തീവ്ര വലതുപക്ഷ ഗവൺമെന്റ് ആണോ? എന്ത് കമ്മ്യൂണിസമാണിത്? ഈ പാവപ്പെട്ടവരോട് ഇങ്ങനെ സമരം ചെയ്യുന്നവരുടെ ആറ്റിറ്റ്യൂഡ് ഇതാണ്. ഇന്നലെയൊക്കെ പറഞ്ഞതെന്താ? ഒരു CPM നേതാവും പറഞ്ഞില്ലല്ലോ അത് തെറ്റാണെന്ന്. ഞങ്ങളുടെ പാർട്ടിയിൽ ഒരാൾ പറഞ്ഞാൽ ഞങ്ങൾ അയാൾക്കെതിരെ നടപടിയെടുക്കുമല്ലോ, സ്ത്രീകളെ ഇതുപോലെ അപമാനിച്ചുകൊണ്ട് സംസാരിച്ച. ഈ വനിതാ മന്ത്രിയല്ലേ, അവരൊരു വാക്ക് പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന്. എന്തൊരു അധിക്ഷേപമാണ് ആ സ്ത്രീകളോട്, പാവങ്ങളോട് ചെയ്യുന്നത്. ആ പാവങ്കിലും ഉണ്ടല്ലോ. ഞങ്ങളത് സ്റ്റഡി ചെയ്യാണ്, ഞങ്ങളത് പഠിക്കുകയാണ്. ഒന്ന്, ഇപ്പോഴത്തെ വയനാട് ദുരന്തത്തിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ എന്ത് സമീപനം എടുക്കണമെന്ന് ഞങ്ങൾ സ്വീകരിക്കും. പദവി കൊടുക്കുകയും റെസ്പെക്ട് കൊടുക്കുകയും ചെയ്ത ആ കാലം, അതായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സമീപനം തന്നെ അതിൽ വളരെ സുവിദിതമായിരുന്നു. അങ്ങനെ റെസ്പെക്ട് ചെയ്ത ആശാ വർക്കർമാർക്ക് ഇന്ന് ഇവരെ കൊടുത്തത് അവരെ പാട്ടപിരിവാരാക്കി. എന്നിട്ട് ആരോഗ്യമന്ത്രി ഇന്ത്യയിലുള്ള മുഴുവൻ സംസ്ഥാനങ്ങളിലുള്ള കാര്യങ്ങൾ വിശദമായിട്ട് അവിടെ പറഞ്ഞ് അതിന് ആരവവും കയ്യടിയും ഒക്കെ ആയിട്ട് അസംബ്ലി അങ്ങനെ ആഘോഷിക്കുകയാണ്. ഈ പാവപ്പെട്ട ആശാ വർക്കർമാരുടെ കാര്യത്തിലാണ് ഇത് എന്ന് അറിയാതെ, അതിനെപ്പറ്റി ഒരു മൈൻഡും ഇല്ലാതെ. അപ്പം ഇത് വാസ്തവത്തിൽ എന്നിട്ട് പറയാം കർണാടകയിൽ എന്താ നടന്നത്? ചരിത്രം പ്രതിപക്ഷ നേതാവ് പൊക്കി കാണിച്ചു. കാരണം എന്താ, അവിടെ പാർക്ക് പോയി അനൗൺസ് ചെയ്ത അവർ വളരെ സന്തോഷത്തോടു കൂടി കൈയടിക്കുന്ന ചിത്രമാണ് ആ പത്രത്തിൽ. അപ്പോൾ ഈ സമീപനം ഒരു തലതിരിഞ്ഞ സമീപനം തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇന്നലെ നമ്മൾ കണ്ടു മയക്കുമരുന്നിനെതിരായിട്ടുള്ള അതുപോലെ തന്നെ ഇവിടെയുള്ള ചർച്ച നടക്കും. ഒരു നല്ല ഡിബേറ്റ് നടക്കണം, അതാണ് ഭരണകക്ഷി ശടിച്ചത്. നല്ല ഡിബേറ്റ് നടത്തുന്ന സിമ്പോസിയം. ഭരിക്കുന്നവരിൽ നിന്ന് കിട്ടേണ്ടത് നടപടിയാണ്. ആ നടപടി കിട്ടാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് പരിതപിക്കുമ്പോൾ ഒരു നല്ല ചർച്ച നടക്കണം. അവിടെ എസ്കോട്ടിലാണ് പരീക്ഷ എഴുതാൻ പോയത് ഈ ചെയ്ത പയ്യന്മാർ. നഞ്ചക്ക് ഉപയോഗിച്ച്, നഞ്ചക്ക് നല്ല പേര്, ഞാൻ ആദ്യമായിട്ടില്ല, ഉപയോഗിച്ച് കൊന്ന ആളുകൾക്ക് എസ്കോട്ട്. കരയുന്ന പിതാവിന് അദ്ദേഹത്തോടെടുത്ത സമീപനം നമ്മൾ കണ്ടു. കരയുന്ന പിതാവ് കരഞ്ഞോട്ടെ, മറ്റവർക്ക് എസ്കോട്ട്. ഇതെന്തൊരു സമീപനമാണ്? ഈ സമീപനത്തിന് എതിരായി കേരളം ഉണരേണ്ട ഒരു സമയമായി. ഞങ്ങളത് ഉറക്കെ പറഞ്ഞപ്പോൾ പറയാൻ സമ്മതിക്കില്ല. നിയമസഭയിൽ അസഹിഷ്ണുത കാണിക്കാം. ഇന്ന് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സ്പീക്കറിൽ നിന്നുണ്ടായതാണ്. ഇത് വളരെ നിർഭാഗ്യകരമായ ഈ സമീപനം എന്ന് പറയുന്നത് തുടർന്നാൽ കേരളത്തിലെ ജനങ്ങളുടെ വോയിസാണ്. ഇവിടെ ആരോ സമരം നടത്തല, ആശാവർക്കർമാരുടെ സമരം എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, ആര് നടത്തുന്നു എന്നല്ല. പക്ഷെ പാട്ടപിരിവുകാർ അതൊരു വലിയ പദവിയാണ്. കീടങ്ങൾ, ഇതൊക്കെ പറയാവോ? അത് അവർക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല പദവിയാണെന്ന് എൻ്റെ അഭിപ്രായം. കാരണം പാട്ടപ്പിരിവുകാരെന്ന് ഇവർ പറയുമ്പോൾ അതൊരു ഉയർന്ന പദവിയായി മാറുകയാണ്. കാരണം അവർ ഒന്നുമില്ലാത്തവരാണ്, എന്നിട്ടും അവർ ചെയ്യുന്ന സേവനം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ധാർഷ്ട്യവും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള സമീപനവും അതിനെതിരായി അടിയുറച്ച് തന്നെ നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ കടമയാണ്. അത് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്.
ആശാവർക്കർമാരുടെ സമരം അനുഭാവപൂർവ്വമാണ് സർക്കാർ അതിനെ സമീപിക്കുന്നതെന്നാണ് മന്ത്രി മാറി മാറി മറുപടി പറയുന്നത്. പക്ഷേ ആ അനുഭാവമൊന്നും ചർച്ചകളിലോ പ്രഖ്യാപനങ്ങളിലോ കാണുന്നില്ല എന്നതാണ്. ഈ സമരം 22 ദിവസം പിന്നിടുമ്പോൾ സർക്കാരിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് എത്രയോ നാൾ മുമ്പ് ഈ സമരം പരിഹരിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു രീതിയിലും ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാവുന്നില്ല. മറ്റു തരത്തിലുള്ള പ്രസ്താവനകൾ മാത്രം ഉണ്ടാകും. ഇന്ന് അസംബ്ലിയിൽ ഉണ്ടായതുപോലെ അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ അത് വളരെ കൃത്യമായ നിലയിൽ ഓരോ കാര്യങ്ങൾ കൃത്യമായ നിലയിൽ തന്നെ പറഞ്ഞ് അവരുടെ മന്ത്രിയുടെ വാദങ്ങളെ ഖണ്ഡിക്കുകയുണ്ടായി. ഇപ്പോൾ സിക്കിമിൻ്റെ ഇഷ്യൂ പറഞ്ഞത് തന്നെ പാർലമെൻറ്റിൽ നൽകിയ മറുപടി അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളും പ്രതിപക്ഷമൊക്കെ അത് അസംബ്ലിയിൽ ഉന്നയിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് തെറ്റിദ്ധാരണാജനകമായ പ്രസ്താവനകളാണ് പലപ്പോഴും അസംബ്ലിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ആശാവർക്കർമാരുടെ ഇന്നത്തെ ജോലിഭാരവും ഇന്നത്തെ സാമൂഹ്യ പശ്ചാത്തലവും ഒക്കെ കണക്കാക്കിക്കൊണ്ട് ജീവിത ചെലവ് കണക്കാക്കിക്കൊണ്ടുള്ള ന്യായമായ വർധനവാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ന്യായമായ വർധനവ് നൽകാൻ ഗവൺമെൻറ് തയ്യാറാവണം. അതിന് പകരം ഇപ്പോൾ ചെയ്യുന്നത് അവഹേളിക്കുക എന്നതാണ്. വ്യക്തിപരമായും അല്ലാതെയും സമരത്തെ അവഹേളിക്കുന്ന സമീപനമാണ് ഇന്ന് ഗവൺമെൻറ് സ്വീകരിക്കുന്നത്, CPM സ്വീകരിക്കുന്നത്. അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇത് അവരുടെ സമരത്തിന് ലഭിക്കുന്ന വലിയ